നമ്മുടെ അർജുൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, ഇനി അങ്ങോട്ടുള്ള എന്താണ് റോഡ് മാപ്പ്, ആ റോഡ് മാപ്പ് എങ്ങനെയാണ് കാണുന്നത്? എഡ്യൂക്കേഷൻ വാല്യൂ എന്ന് പറഞ്ഞ സംഗതി എനിക്കൊരു സമയം മടുത്തിട്ടുണ്ട്. ആ മടുത്തിന് ശേഷം പിന്നെ എന്ത് നെക്സ്റ്റ് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം 95% ആളുകൾ മാത്രമേ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൂ എന്നാണ് സെബിയുടെ റിപ്പോർട്ട് പറയുന്നത്. പുതിയ ആളുകളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവരൊരിക്കലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല, അവർ പൈസ കളയാൻ വേണ്ടി പോകുന്നുള്ളൂ. കാരണം എനിക്ക് ഈ ഫീൽഡ് അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആകുന്ന സമയത്ത് എന്താണ് പൈസ ഉണ്ടാക്കാൻ അവർക്ക് പറ്റും, അവർ സ്റ്റേബിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ. സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം കറൻ്റ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമാണ്. കാരണം ഞാൻ ഫുൾ എൻഗേജ്ഡ് ആണ്. രാവിലെ ഒരു 9 മണി മുതൽ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 10-11 മണി വരെ എനിക്ക് എപ്പോഴും അപ്പോയിൻമെന്റ്സ് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ക്ലിയർ ചെയ്യലും വാട്സപ്പിൽ അപ്പോയിൻമെന്റ്സ് ആയിട്ട് ഇങ്ങനെ പോവാണ്. ഒരു സാറ്റിസ്ഫിക്കേഷൻ ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത് കുറേ പേരായിട്ട് സംസാരിക്കുന്നു, കുറേ പേരുടെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു, അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കുന്നു, അതിന് റിസൾട്ട് കാണും. ആ റിസൾട്ട് കണ്ടു കഴിയുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് ആണെങ്കിലും കോൾ ആണെങ്കിലും അത് ഭയങ്കര സന്തോഷം തരുന്ന. സ്കെയിൽ ചെയ്യണമെന്നുണ്ട് എനിക്ക്, അത് ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്യണമെന്നുണ്ട്. ലൈക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻസ് വരും. പക്ഷേ സ്കെയിൽ ചെയ്യണമെങ്കിൽ ഞാൻ ഫണ്ടിങ് എടുക്കാൻ വേണ്ടി 2-3 സ്ഥലങ്ങളൊക്കെ പോയി സംസാരിച്ചു, നോർമൽ ഇൻവെസ്റ്റേഴ്സ്, ലോക്കൽ ഇൻവെസ്റ്റേഴ്സ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇൻവെസ്റ്ററെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതും കൂടി നമ്മൾ കേൾക്കേണ്ടി വരും. അവർ പിന്നെ പക്കാ ബിസിനസ് ആസ്പെക്റ്റിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അതിന്റെ എക്സ്പെക്ട് ചെയ്യും. അതെ. അപ്പം അത് എനിക്കൊരു ബുദ്ധിമുട്ടായി മാറും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എന്താണോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലെവലിൽ തന്നെ പയ്യെ കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്.